Dear students, നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ 1 മുതൽ 17 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. We can go with the question number 18. Which one of the following statement is true for the speed v and the acceleration a of a particle executing simple harmonic motion? നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള ടു ആൻഡ് ഫ്രോ മോഷനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവിടുത്തെ ഏതൊരു പോയിന്റിലെയും വെലോസിറ്റി കണ്ടുപിടിക്കുന്ന റിലേഷൻ നമുക്കറിയാം. v is equal to omega into root of a square minus x square. സോ ദെയർ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ വി ടേക്ക് ദ വാല്യൂ എസ് ഒമേഗ ഇൻറ്റു എ. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദ മാക്സിമം സ്പീഡ്. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആക്സിലറേഷൻ ആണെങ്കിൽ വി നോ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. അപ്പോൾ അവിടെ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ദെയർ ആക്സിലറേഷൻ ബിക്കംസ് ഇസ് ഈക്വൽ ടു 0. അതേപോലെ നമ്മുടെ മനസ്സിൽ വരേണ്ട മറ്റൊരു കൺസെപ്റ്റ്, വെൻ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പൊസിഷനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ദാറ്റ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബിക്കം 0. ദാറ്റ് മീൻസ് വെലോസിറ്റി എക്സ്ട്രീം പൊസിഷനിൽ 0 ആകുന്നു. ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സിന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിലേക്ക് മാറുന്നത് കൊണ്ട് ആക്സിലറേഷൻ എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം ആവുകയും ചെയ്യുന്നു. സോ വി ക്യാൻ സേ എ എസ് ദി ആൻസർ ഫോർ ദ പ്രോബ്ലം. We can move with the question number 19. A good question is waiting. Two simple harmonic motions, so that is given as one x is equal to a cos omega t plus delta and y is equal to a cos omega t plus alpha, where delta is given as alpha plus pi by 2. So നമുക്ക് റെപ്രസെൻറ്റ് ചെയ്താൽ a cos ഒമേഗ ടി പ്ലസ് ആൽഫ പ്ലസ് പൈ ബൈ 2. അപ്പോൾ കോസ് 90 പ്ലസ് തീറ്റ എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറുകയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ, ദാറ്റ് ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ. അപ്പോൾ അതോടൊപ്പം നമുക്കറിയാം ദ വാല്യൂ ഫോർ വൈ. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് എസ് വൈ ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ആൽഫ. ദ റിസൾട്ടിംഗ് മോഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സർക്കിളാണോ അല്ലെങ്കിൽ എലിപ്സ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ അറ്റ് ഫസ്റ്റ് നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷനെയും രണ്ടാമത്തെ ഇക്വേഷനെയും ഒന്ന് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഇവൻ്റെ സ്ക്വയർ ആയിട്ട് മാറുക. സപ്പോസ് ഈ ആംഗിൾ 5 ആയിട്ട് കൺസിഡർ ചെയ്താൽ we get minus a square as a square sin square 5 plus y square, that is again this one, that is a square cos square 5. അപ്പോൾ അതിൽ നിന്ന് രണ്ടിലും നമ്മൾ കോമൺ ആയിട്ട് എ സ്ക്വയർ നമ്മൾ പുറത്തെടുത്താൽ ഇറ്റ് ഓഫ് ദ ഫോം സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 ആൻഡ് നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ 1 ആയിട്ട് മാറുകയാണ്. സോ വി ഗെറ്റ് ദ റിലേഷൻ ആസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ and that is the general relation for circle. അപ്പോൾ സർക്കിൾ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു. സോ ദ ആൻസേഴ്സ് മേ ബി എ ഓർ ഡി, ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. ഇനി അത് മൂവ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണോ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണോ എന്ന് നമുക്ക് എങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മുടെ ഗിവൺ സർക്കിൾ ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ എക്സ്ട്രീം പൊസിഷനിലുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. അത് പി എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആയിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം അതിൻ്റെ ലൊക്കേഷനെക്കുറിച്ച് നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് മൈനസ് എ സൈൻ 5 എന്നൊരു ആസ്പെക്റ്റാണ് നമുക്കറിയാമെന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനെ നമുക്ക് എ സൈൻ ഓഫ് മൈനസ് 5 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സൈൻ ഓഫ് -5നെ
purposeful ആയിട്ട് we can represent in terms of cos as is equal to a cos 90 minus 5. That is a very important one. So cos 90 minus 5. സോ ആ വാല്യൂ ആണ് എക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രീം പൊസിഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പ്ലസ് എ ഇസ് ഈക്വൽ ടു എ കോസ് 90 മൈനസ് 5. അങ്ങനെയാണെങ്കിൽ എ ക്യാൻസൽ ആയാൽ കോസ് 90 മൈനസ് 5 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 ആയിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ആംഗിളിൻ്റെ വാല്യൂ 0 ആകണ്ടേ. ദാറ്റ് മീൻസ് ഫൈൻ്റെ വാല്യൂ നമുക്ക് എത്രയായിട്ട് കിട്ടി? 90 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൽ നിന്ന് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വെലോസിറ്റിയിലേക്ക് വരാമല്ലോ. സോ ദാറ്റ് വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഡി എക്സ് ഡിവിഷൻ ബൈ ഡി ടി. എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു ദാറ്റ് എസ്. ഇവിടെ കോസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കോസ് 90 മൈനസ് 5 ആണ്. അപ്പോൾ കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ 90 മൈനസ് 5. സോ ദാറ്റ് ഈസ് ദ വെലോസിറ്റി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, ഇവിടെ ഫൈയുടെ വാല്യൂ 90 ആകുമ്പോൾ അത് സൈൻ 0 ആവുകയും വി എക്സ് 0 ആവുകയും ചെയ്യുക. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഇല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്കെത്തി. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റിനെ കുറിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഈ വൈയെ നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ സോ വി ഗെറ്റ് ദ ആൻസർ ആസ് എ ഇൻറ്റു കോസിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ 5 നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ വളരെ ഈസിയോടെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. സോ വി ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ദ വാല്യൂ ഓഫ് 5. അപ്പോൾ സപ്പോസ് നമ്മൾ കൊടുക്കുന്ന 5യുടെ വാല്യൂ 0 ആണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഫോർ എക്സ്? സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ എക്സ് ദാറ്റ് 5 ബിക്കം 0, സൈൻ 0 ബിക്കം 0. ഗുഡ്. എക്സ് 0 ആയിട്ട് മാറുകയാണ്. കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? വൈ എന്ന് പറയുന്നത് എ കോസ് 5 ആണ് അല്ലേ. അപ്പോൾ കോസ് 0 ബിക്കം 1. സോ ഇറ്റ് ബിക്കംസ് വൈ ഇസ് ഈക്വൽ ടു എ. ദാറ്റ് മീൻസ് ദ ലൊക്കേഷൻ ഈസ് ഹിയർ. അപ്പോൾ നെക്സ്റ്റ് അനുസരിച്ച് നമുക്ക് അടുത്ത് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 0ൽ നിന്ന് 5 ഫേസ് π/2 ആയി എന്നിരിക്കട്ടെ. π/2 ആകുന്ന സമയത്ത് വാട്ട് ഈസ് എ വാല്യൂ ഫോർ എക്സ്? സോ സ്വാഭാവികപരമായിട്ടും ഇവിടെ സൈൻ 90 ബിക്കംസ് 1. സോ വി ഗെറ്റ് ദ വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എയിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ അവിടെ എന്താണ്? വൈയുടെ വാല്യൂ അപ്പോൾ കോസ് 90 ബിക്കം 0. ദാറ്റ് മീൻസ് ആ പാർട്ടിക്കിൾ ഇങ്ങനെ എത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം. സോ സർക്കിളാണ് അതിൻ്റെ കറസ്പോണ്ടിങ്ങിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുവാൻ പറ്റും. So that is the answer for question number 19. So we can move with the question number 20. A simple question ആണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. A particle executing SHM has an amplitude. That amplitude is given as a 0.01 meter and with a frequency f is equal to 60 hertz. Then what is the maximum acceleration of the particle? സോ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻ മാഗ്നിറ്റ്യൂഡ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് എന്ന് നമുക്കറിയാം. ഒമേഗ എന്ന് പറയുന്നത് 2πf സ്ക്വയർ ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ എഫ് സ്ക്വയർ ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ്. സോ വി ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. പൈ സ്ക്വയർ അവിടെ ചോയ്സസിലെല്ലാം ഉള്ളതുകൊണ്ട് ഫ്രീക്വൻസി സ്ക്വയർ 60 സ്ക്വയർ ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് 10 raised to minus 2. So that is equal to 4π square into 6 square 36 into 10 square. That cancel. So we get the answer as 144 pi square meter per second square. So we get A as the answer. We can move with the question number 21. Two simple harmonic motions with the same frequency act on a particle at right angles
that is along x and y axis. If two amplitudes are equal and the phase difference of pi by 2, the resultant motion will be. So that is the question. അപ്പോൾ അവ തമ്മിൽ, അപ്പോൾ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ സൈൻ ഒമേഗ ടി ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വൈ എന്ന് പറയുന്നത് എ കോസ് ഒമേഗ ടി ആണെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി. കാരണം അവ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പൈ ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനെ കുറിച്ച് നമുക്ക് കണ്ടുപിടിച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ അത് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി 1 ആയിട്ട് മാറുകയാണ്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് സർക്കിളായിട്ട്. ദാറ്റ് ഈസ് ദ പാത്ത് ഓഫ് ദ റിസൾട്ടൻ്റ് മോഷൻ. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് എ. We can move with the question number 22. A particle starts simple harmonic motion from the main position. Its amplitude is A and the time period is capital T. What is the displacement when its speed is half of its maximum speed? അപ്പം സാധാരണ സ്പീഡും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷനാണ് വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ദറ്റ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ മൈനസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി മാക്സിമം ബൈ 2 ആണ്. വെലോസിറ്റി മാക്സിമം വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഒമേഗ ബൈ 2. സോ നമുക്കത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ ഒമേഗ ബൈ 2 ടേക്ക് ദ വാല്യൂ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അവിടെ നമുക്ക് ഒമേഗ ഒമേഗ ക്യാൻസലാക്കാം. അതോടൊപ്പം തന്നെ ഒന്ന് സ്ക്വയർ അവിടെ ചെയ്താൽ എ സ്ക്വയർ ഡിവിഷൻ ബൈ 4 എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതാം. സോ അവിടെ നിന്ന് നമ്മൾ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചാൽ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവിഷൻ ബൈ 4. സോ 4 മൈനസ് 1 3 ബൈ 4 എ സ്ക്വയർ. സോ ഫ്രം ദാറ്റ് വി ഗെറ്റ് ദ ആൻസർ. എക്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് 3 ബൈ 2 ദാറ്റ് ടൈംസ് ഓഫ് എ. സോ വി ഗെറ്റ് ദ ചോയ്സ് as the second one. We can move with the question number 23. Which one of the following is a simple harmonic motion? അപ്പോൾ എസ് എച്ച് എം ആയിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു മെയിൻ പൊസിഷനെ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു മോഷനായിരിക്കണം. അത് ടു ആൻഡ് ഫ്രോ മോഷനായിരിക്കണം. അതോടൊപ്പം തന്നെ ദാറ്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കാം. ദ ഫസ്റ്റ് ചോയ്സ് ദ ബോൾ ബൗൺസിങ് ബിറ്റ്വീൻ 2 റിജിഡ് വെർട്ടിക്കൽ വാൾസ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടല്ല എന്നുള്ള കാര്യം മനസ്സിലായി. സർക്കിൾ വിത്ത് യൂണിഫോം സ്പീഡ്, ഇറ്റ് ഈസ് നോട്ട് ടു ആൻഡ് ഫ്രോ. വേവ് മൂവിങ് ത്രൂ എ സ്ട്രിങ് ഫിക്സഡ് അറ്റ് ബോത്ത് എൻഡ്സ്. അങ്ങനെ ഒരു സ്ട്രിങ്ങിലൂടെ ഒരു വേവ് മൂവ് ചെയ്താൽ we can treat the particles motion as a simple harmonic motion. So that we can take the answer ആയിട്ട് നമുക്ക് എടുക്കാം. ഡി the earth spinning about its own axis. സോ അതൊരു സർക്കുലർ മോഷനാണ്, പീരിയോഡിക് ആണ്, but not as such. So C is the answer for the problem. Number 24. A particle is subjected to two mutually perpendicular simple harmonic motions such that its x and y coordinates are given by the path of the particle will be. അപ്പോൾ സാധാരണ രൂപത്തിൽ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എസ് എച്ച് എംസ് നമുക്കതിനെ വേണേലൊന്ന് ജനറലൈസ് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു A1 സൈൻ ഒമേഗ ടി ആൻഡ് രണ്ടാമത്തത് y ഇസ് ഈക്വൽ ടു A2 സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് നമുക്ക് ആ പാത്തിൻ്റെ ജനറൽ റിലേഷൻ റെപ്രസെൻ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ലിസാജിയസ് ഫിഗേഴ്സ് എന്നാണ്. ആ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. എക്സ് സ്ക്വയർ ബൈ A1 സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ A2 സ്ക്വയർ മൈനസ് 2xy ബൈ A1 A2 cos 5 equal to sin square 5, where 5 is the phase difference between them. ഇതാണ് ജനറൽ റിലേഷൻ ഫോർ ദ കേസ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ പറയുന്നത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ കൺസെപ്റ്റ് എന്നാണ് പറയാം.
അപ്പം മ്യൂച്വലി പെർപെൻഡിക്കുലർ സോ ഹിയർ അവ തമ്മിലുള്ള ഫേസ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് π/4 ആണ്. അപ്പോൾ അത് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എക്സ് സ്ക്വയർ ഡിവിഷൻ ബൈ 2 സ്ക്വയർ ആസ് 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 മൈനസ് 2xy ബൈ ദറ്റ് a1 a2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 2 as 4 into cos π/4 cos 45 as 1 pi root 2 equal to 1 pi root 2 square as 1 by 2. അപ്പോൾ ഈ റിലേഷനിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ദാറ്റ് ഈസ് എ എലിപ്സ് ആണെന്ന് ഉള്ള കാര്യം. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 25. The composition of two simple harmonic motions of equal periods at right angles to each other and with a phase difference of pi results in the displacement of the particle along. ഉറപ്പായിട്ടും അവ തമ്മിലുള്ള പൈ ഫേസ് ഡിഫറൻസ് ആണ്. സാധാരണ രൂപത്തിൽ രണ്ട് വേവുകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ലിസാജിയസ് ഫിഗറിൻ്റെ റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു. എക്സ് സ്ക്വയർ ബൈ a1 സ്ക്വയർ പ്ലസ് y square division by a2 square minus 2xy by a1 a2 cos 5 equal to sin square 5. അപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്നത് പൈ ആയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഡിവിഷൻ ബൈ a1 സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ a2 സ്ക്വയർ ദെൻ cos 180 എന്ന് പറയുമ്പോൾ അത് -1 ആയിട്ട് മാറുകയാണ്. So 2xy by a1 a2 that should be equal to 0. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള ഫോമല്ലേ. സോ വി ക്യാൻ ഈസിലി സേ എക്സ് ബൈ a1 പ്ലസ് y ബൈ a2 that much square equal to 0. That means we can say x by a1 should equal to minus y by a2. സോ വളരെ ഈസിയോടെ നമുക്ക് പറയാം y is equal to minus a2 by a1 into x. സോ ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായി ദ പാത്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. We can move with the question number 26. A particle moves along the x-axis, executes a simple harmonic motion, then the force acting on it is given by. നമുക്കറിയാം ഒരു എസ് എച്ച് എം ആണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആകണം. അത് മീൻ പൊസിഷനിലേക്ക് ഡയറക്റ്റഡ് ആകണമെങ്കിൽ ദർ ഷുഡ് ബി എ നെഗറ്റീവ് സൈൻ. സോ വി ക്യാൻ ടേക്ക് എ ആസ് ദി ആൻസർ. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 27. The particle executing simple harmonic motion has a kinetic energy of so the kinetic energy there is given as k square cos square omega t. So that is the given concept. The maximum value of potential energy and the total energy are respectively. അപ്പോൾ നമുക്കറിയാമെന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്നത് എന്ന് പറഞ്ഞാൽ 0 ആകുമ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മാക്സിമം ആണ്. അപ്പോൾ മാക്സിമം സംഭവിക്കുക എന്ന് പറയുമ്പോൾ കോസിൻ്റെ വാല്യൂ മാക്സിമം ആകുന്ന സമയത്ത് കൈനറ്റിക് എനർജിയുടെ വാല്യൂ നമുക്ക് എന്തായിട്ട് പറയാം? k0. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്നിടത്ത് കൈനറ്റിക് എനർജി k0 ആണെങ്കിൽ ടോട്ടൽ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് k0 പ്ലസ് 0 വി ക്യാൻ സേ ആസ് k0. സോ ഉറപ്പിച്ച് പറയാം ദ പൊട്ടൻഷ്യൽ എനർജിയുടെയും ടോട്ടൽ എനർജിയുടെയും വാല്യൂ എന്ന് പറയുന്നത് k0 തന്നെയായിരിക്കും. അപ്പോൾ ടോട്ടൽ എനർജി ഏത് പൊസിഷനാണോ അവിടെ ആയിരിക്കും കൈനറ്റിക് എനർജി മാക്സിമം വാല്യൂ വരിക, അവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ മിനിമം ആയിരിക്കും. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 28. The potential energy of a long spring when stretched by 2 cm is U. If the spring is stretched by 8 cm, the potential energy stored in it is. ഒരു സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ എനർജിയുടെ റിലേഷനാണ് നമുക്ക് വിത്ത് എക്സ്റ്റൻഷൻ നമുക്ക് പറയാൻ പറ്റും ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസിന് നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു x2 സ്ക്വയർ ഡിവിഷൻ ബൈ x1 സ്ക്വയർ. So u2 take the value u1 into that x2 by x1
x2 എന്ന് പറയുന്നത് 8 ആണ് by 2 the whole square. So that is equal to u into, so 2, 8, it becomes 4 square. It becomes 16 times u, b as the answer. We can move with the question number 29. A particle of mass m oscillates with a simple harmonic motion between the points x1 and x2. The equilibrium position being O, its potential energy is plotted. It will be as given below in the graph. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് വേരിയേഷൻ നമുക്കറിയാം. ദ പൊട്ടൻഷ്യൽ എനർജി വേരിയേഷനുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന കൺസെപ്റ്റ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പരാബോളയാണെന്ന് മനസ്സിലായി. എക്സ് 0 ആകുന്ന സമയമാകുമ്പോൾ അവന് പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഉറപ്പിച്ച് പറയാം, വി എസ് ദി ആൻസർ ഫോർ ദ പ്രോബ്ലം. We can move with the question number 30. The potential energy of a simple harmonic oscillator when the particle is halfway to its end point is. So നമുക്കറിയാവുന്നുള്ളൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് സ്ക്വയർ. പക്ഷേ ഇവിടെ പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ഹാഫ് എ വാല്യൂ ആയിട്ടാണ് നമുക്ക് പറയാം. സോ ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ ബൈ 2 സ്ക്വയർ ആസ് എ സ്ക്വയർ ഡിവിഷൻ ബൈ 4 ആയിട്ട് നമുക്ക് പറയാം. ബട്ട് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഈസ് വാട്ട്? ദാറ്റ് ഈസ് ദ total energy, the maximum energy. So we can say that E by 4. So we can take D as the answer. We can move with the question number 31. A particle is executing a simple harmonic motion of amplitude A. Its potential energy is maximum when the displacement from the position of the maximum kinetic energy. മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മീൻ പൊസിഷനിലായിരിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അവൻ്റെ എക്സ്ട്രീം പൊസിഷനുകളിലായിരിക്കും ഉറപ്പായിട്ടും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കുക. ദാറ്റ് മീൻസ് ഇത് 0 ആണെങ്കിൽ അറ്റ് പ്ലസ് എ ആൻഡ് മൈനസ് എ. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. സോ വി ക്യാൻ സേ ബി എസ് ദി ആൻസർ. We can move with the question number 32. There is a body having a mass m and performing SHM with amplitude A. There is a restoring force F is equal to minus Ks. The total energy of the body depends upon. ഇപ്പോൾ സാധാരണ രൂപത്തിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു ദ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. സോ ഉറപ്പിച്ച് നമുക്ക് പറയാം കെയും അതോടൊപ്പം തന്നെ ആംപ്ലിറ്റ്യൂഡുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ വി ഗെറ്റ് ബി എസ് ദി ആൻസർ. We can move with the question number 33. In a simple harmonic motion, when the displacement is 1/2 the amplitude, what fraction of the total energy is kinetic? അപ്പോൾ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചുള്ള കൈനറ്റിക് എനർജിയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതോടൊപ്പം തന്നെ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അവ തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് ദ ഫ്രാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ടോട്ടൽ എനർജി. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവിഷൻ ബൈ എ സ്ക്വയർ ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്നത് 1/2 ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ഡിവിഷൻ ബൈ 4 ബൈ എ സ്ക്വയർ. എ സ്ക്വയർ ക്യാൻസലായി പോയാൽ 4 minus 1 as we get the answer 3 by 4. We get D as the answer. So we can move with the question number 34. A linear harmonic oscillator of force constant 2 into 10 to the power of 6 Newton per meter and amplitude 0.01 meter has a total mechanical energy of 160 joule. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമെന്നുള്ളൊരു കൺസെപ്റ്റ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്നായിരിക്കും. അപ്പോൾ നമുക്കറിയാമെന്നുള്ള കൺസെപ്റ്റ് വെൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആകുന്നിടത്ത് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അവിടെ 0 ആകുന്നിടത്ത് നമുക്ക് ഉറപ്പിച്ച് പറയാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ 160 ജൂൾ എന്നർത്ഥം.
നമുക്കറിയാം അറ്റ് ഇക്വിലിബ്രിയം നമ്മൾ കൺസിഡർ ചെയ്താൽ വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി മാക്സിമം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു ദാറ്റ് എക്സ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 into 10 to the power of 6 into 10 to the power of minus 4. So that is equal to 100 joule. So kinetic energy maximum എന്ന് പറയുന്നിടത്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി മിനിമം എന്ന് പറയുന്നത് ആയിരിക്കും അവിടുത്തെ ടോട്ടൽ എനർജി 160. സോ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ആസ് ഇസ് ഈക്വൽ ടു total energy minus that kinetic energy maximum. Total energy is what? 160. What is the kinetic energy of maximum? So we get the answer as 60 joule. സോ നമുക്കിവിടെ വേണ്ടത് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ആണ്. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആസ് 160 ആൻഡ് ദ മിനിമം ആസ് 60, ബട്ട് വി നീഡ് ദ മാക്സിമം വാല്യൂ ആൻഡ് ഹെൻസ് വി ക്യാൻ ടേക്ക് എ ആസ് ദി ആൻസർ. So dear students, so we completed the questions till 34. We can wait for the next video. Take care. God bless you.